പ്ലോട്ടിൻ്റെ സ്ഥലപരിമിതികൾ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. പുറമേയുള്ള കാഴ്ചയിൽ ചെറുതെന്ന് തോന്നുമെങ്കിലും ഇന്റീരിയർ സ്പേസിനെ ഒട്ടും കുറയ്ക്കാതെ വളരെ വിശാലമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഭവനമാണ് ഫോക്കസ് ബിൽഡേഴ്സിൻ്റെ അടുത്ത പ്രൊജക്റ്റ്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ഫോയർ, ഫാമിലി ലിവിംഗ്, ഡൈനിങ്, സ്റ്റോർ കം വർക്ക് ഏരിയ, കിച്ചൺ, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് എന്നിവയാണുള്ളത്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി, അപ്പർ ലിവിംഗ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ്, ഓപ്പൺ ടെറസ് എന്നിവയും നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. അവിടെ നിന്നും വളരെ വിശാലമായ ലിവിംഗ് റൂം കാണാം. TV യൂണിറ്റ്, സോഫ സീറ്റിംഗ് സൗകര്യങ്ങളാൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇന്റീരിയർ പാർട്ടീഷൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡൈനിങ്ങിൽ 4 സീറ്റർ ഡൈനിങ് ടേബിൾ, വാഷ് കൗണ്ടർ എന്നിവ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്നുള്ള സ്റ്റെയറിൻ്റെ അടിയിൽ ക്രോക്കറി ഷെൽഫ് ചെയ്ത് സ്പേസ് യൂട്ടിലൈസേഷൻ ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് വരുന്ന ഒരു കിച്ചൺ പാസേജ് സ്പേസിലാണ് ഈ വീടിൻ്റെ സ്റ്റോർ കം വർക്ക് ഏരിയ നൽകിയിരിക്കുന്നത്. അവിടെ നിന്നും കിച്ചൺ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ആണുള്ളത്. സ്റ്റെയർ കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഫോയർ സ്പേസിലേക്കാണ്. ഫോയർ സ്പേസ് കഴിഞ്ഞാൽ അപ്പർ ലിവിംഗ് കാണാം. അപ്പർ ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി സ്പേസും നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
കണ്ടംപററി സ്റ്റൈൽ എലിവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് കഴിയാവുന്ന മുഴുവൻ സൗകര്യങ്ങളും ഈ വീടിനുണ്ട്. ഈ വീടിൻ്റെ ഓണർ അൻസർ സാറിനും കുടുംബത്തിനും 1000 ആശംസകൾ. താങ്ക് യു. നമ്മുടെ പ്രോജക്റ്റിൻ്റെ സാറ് യു കെയിൽ സെറ്റിൽഡാണ്. അപ്പം കൺഗ്രാറ്റ്സ് സാർ. താങ്ക് യു. എങ്ങനെയുണ്ട് സാർ ഈ നമ്മുടെ കൺജസ്റ്റ് ആയിട്ടുള്ള ഈ പ്ലോട്ടിൽ നമുക്ക് ഇത്രയും സൗകര്യത്തോടുകൂടി സാറ് ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ഓക്കെ. അതെ, സാറിൻ്റെ ഐഡിയ ഒക്കെ ഈ സ്പേസ് അലോക്കേഷൻസ് ഒക്കെ സാറിന് പ്രോപ്പറായിട്ട് കിട്ടിയായിരുന്നു? എല്ലാവരും വന്നവരൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. എല്ലാവരും വെളിയിൽ നിന്ന് നോക്കുന്ന കണക്കല്ല, അകത്ത് കയറിയതിന് ശേഷം നല്ലൊരു വളരെ നല്ല അഭിപ്രായം. വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് എക്സ്പെക്ട് ചെയ്തില്ല, ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത് ഇത്ര ചെറിയൊരു സ്ഥലത്ത് നല്ല രീതിയിൽ എല്ലാവരും നല്ല അഭിപ്രായം. വന്ന് കണ്ട എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഓക്കെ സാർ. പിന്നെ മാത്രം നമുക്ക് ഇന്റീരിയേഴ്സിൽ TV യൂണിറ്റും ഡൈനിങ് ഒക്കെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് റോഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു ചെറിയ ഇടുക്കം പോലെ ഫീൽ ചെയ്യും. പക്ഷെ അകത്ത് കയറുമ്പോഴേ നല്ല അറിയത്തുള്ളൂ. എല്ലാവരും കണ്ട എല്ലാവരും അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നല്ലൊരു ഏരിയ ആയിട്ട് പിന്നെ നമുക്ക് ഓപ്പൺ ടെറസ് നല്ല രീതിയിലേക്ക് കിട്ടി. ഓക്കെ. സാറിൻ്റെ ഫാമിലിയൊക്കെ എല്ലാവരും ഹാപ്പിയാണ്? എല്ലാവരും വളരെ ഹാപ്പി. സാറിന് ഇത് നമ്മുടെ ഇതിൽ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ സാറ് സാറ്റിസ്ഫൈഡ് ആണ്? വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പ്ലാനൊക്കെ സാറിന് നല്ല രീതിയിൽ സാറ് ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടി. ഓക്കെ. സാറിന് ഇവിടെ ഒരു ഈ സാറിന് ഇത്രയും ഒരു ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുമെന്ന് സാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ നല്ല ഒരുവിധം എല്ലാവരും പറഞ്ഞ് ഈ ചെറിയൊരു ഇതിൽ വളരെ ഇടുങ്ങിയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മളെ പ്രോജക്റ്റിൽ അൻസാർ സാറ് ഈ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയൊരു പ്ലോട്ടാണ്. അപ്പോൾ നമ്മൾ സാറിൻ്റെ റിക്വയർമെൻ്റ് എല്ലാം വരെയും വേണം, ഈ സ്പേസും കിട്ടണം നമുക്ക്, അതുപോലെ തന്നെ ബൗണ്ടറീസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എല്ലാം കറക്റ്റ് കീപ്പ് ചെയ്ത് തന്നെ ഈ വീട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഈ വീട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ഇൻറ്റീരിയർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു സ്പേസാണ് നമുക്ക് ഇൻസൈഡ് കിട്ടിയിരിക്കുന്നത്. എലിവേഷൻ പോലെയല്ല, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ സ്പേസാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സാറിന് മെയിൻ ഒരു ഇതായിരുന്നു നമുക്ക് ഇൻസൈഡ് നല്ല സ്പേസ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് ഈ വീടിനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റി. സാറിൻ്റെ സൈഡ് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. സാറ് എല്ലാ കാര്യത്തിലും നമ്മളായിട്ട് സജഷൻസ് ചോദിക്കുകയും നമ്മൾ സജഷൻസ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഇപ്പം വീട് ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് UK നിന്ന് വന്നതാണ്. അപ്പോൾ സാറും നല്ല ഹാപ്പിയാണ്. അപ്പം പ്രോജക്റ്റ് നമുക്ക് നമ്മളെ വിശ്വസിച്ച് തന്നതിന് സാറിന് ഒരു അത് നല്ല രീതിയിൽ നടത്തി തന്നതിനും വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.